കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാനു ഇസ്മയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. സംഭവം നടന്നത് ഇന്ന് വൈകിട്ടോടെയാണ്. ബാത്റൂമിൽ കമന്നു കിടക്കുന്ന നിലയിലാണ് ബോഡി കാണപ്പെട്ടത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപേ ഇദ്ദേഹത്തിനെതിരെ പീഡനാരോപണവുമായി ഒരു യുവതി രംഗത്ത് വന്നിരുന്നു. ഈ ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം ദിവസവും മദ്യപാനം ആയിരുന്നു. സുഹൃത്തുക്കളുടെ കൂടെ കഴിഞ്ഞ ദിവസവും പുള്ളി മദ്യപിച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എത്ര മണിക്കാണ് സംഭവം നിങ്ങൾ അറിഞ്ഞത്? 3 മണിയായി. അപ്പോ ഈ വ്യക്തി ഷാനു വന്നിട്ട് എത്ര നാളായി? 10 ദിവസം മുകളിലായി. കഴിഞ്ഞ മാസം ഈ മാസം 11-ാം തീയതി വന്നു. ഈ ഷാനുവിനെ കാണാൻ ആരെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും വരാറുണ്ടോ? സുഹൃത്തുക്കൾ വരാറുണ്ട്. ഇന്നലെ പോലും വന്നിട്ടുണ്ടായിരുന്നത്. ഷാനു അസ്വസ്ഥനായി എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ല. അത് ഇപ്പോഴും വെള്ളമാണ്. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. തുറന്നിട്ടുള്ള ഫുഡ് ടൈം ഇരിക്കുന്ന കാണാറുണ്ട്. പിന്നെ 2 ദിവസം കൊണ്ട് സ്റ്റെപ്പിന് നല്ലൊരു വീഴ്ച വന്നത്. തലയൊക്കെ പൊട്ടി കൈയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളായിട്ട് എങ്ങനെയാ ഷാനു സംസാരിക്കാറുണ്ടോ? ചിലപ്പോൾ എന്നോട് സ്പെഷ്യൽ ആയതുകൊണ്ട് ചെറുക്ക് മേടിച്ചു കൊടുക്കാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഫുഡ് വന്നു കഴിയും. ഒരു വണ്ടി വന്നാലും മിക്കപ്പോഴും ഫുഡ് പോകാറുണ്ട്. വരുമ്പോൾ വണ്ടി ഓട്ടോറിക്ഷ കയറിക്കുമ്പോൾ ചിലപ്പോൾ ആൾ തന്നെ പാസ് മേടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പണിക്കാരൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥത ഉണ്ട് എന്ന്, അതായത് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എന്ന് ഷാനു പറഞ്ഞതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ആൾ പറഞ്ഞിട്ടില്ല. പ്രൊഡക്ഷൻ കൺട്രോൾ ആണെന്നല്ല അറിയാമല്ലോ. അങ്ങനെ ഇവിടെ ഒരുപാട് സിനിമാറ്റിസ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് വന്ന് താമസിക്കുന്നതാണ്. നമ്മളതൊന്നും അവരോട് ചോദിക്കാറില്ല. അപ്പൊ ഭംഗിയായിട്ട് നമ്മളോട് പെരുമാറാറുള്ള സ്നേഹമുള്ള ആൾക്കാരാണ് അവരൊന്നും പറഞ്ഞു. പക്ഷെ ഇച്ചിരി വെള്ളം ഉണ്ടെന്ന് എനിക്ക് കാണാറിയാം. സാധനമൊക്കെ മേടിച്ച് പോകുന്നത് കാണാറുണ്ട്. റൂം ഇപ്പം കൂടുതലും തുറന്നിടാറുള്ളൂ. അവിടെ തന്നെ അടിക്കുന്നത് കാണാറുണ്ട്. ഒരാളുടെ സുഹൃത്തുക്കൾ വന്നാലും അവ വെള്ളം അടിക്കുന്നത് കാണാറുണ്ട്. ഇപ്പം ഇന്നത്തെ ദിവസം സ്ഥിരം വരാറുള്ള ആളാണ്. അപ്പം ഇന്നത്തെ ദിവസം മാത്രം നിങ്ങൾ ആ റൂമിൽ പോയി നോക്കാനായിട്ട് അല്ല സംശയം തോന്നാനായിട്ടുള്ള എന്താണ്? ആളെ ഇന്നലെ രാത്രി അവരുടെ കൂട്ടുകാരന്മാരെ കൂടി വന്നിട്ട് മദ്യപിക്കണ്ടായി. അവിടെ അങ്ങനെ മദ്യപിച്ച് അവർ രാവിലെ ആകണം അവർ രണ്ടുപേരും പോയി. പുള്ളിക്കാരി ഇന്നത്തെ ദിവസം പുറത്തേക്ക് വന്നിട്ടില്ല. സാധാരണ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ പോലും കാലയിൽ മേടിപ്പിക്കുന്നു. ദിവസം ആൾ വന്നിട്ടില്ല. സാധാരണ വാതിൽ തുറന്ന ആൾ സാധനം. അപ്പൊ വാതിൽ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. 3 മണിയാകുമ്പോൾ കാണാനൊക്കെ പോയി തുറന്നിറങ്ങുമ്പോൾ വരുന്നത് തട്ടി വിളിച്ചു ചെയ്താണ്. എല്ലാവരും നോക്കിയപ്പോൾ ബാത്റൂമിൽ കിടക്കണം. അപ്പൊ ആ പയ്യൻ ആ ബാത്റൂമിൽ കിടക്കണപ്പോൾ ആളുടെ സുഹൃത്തുക്കൾ അടിച്ച് വിറ്റാക്കട കിടക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടോ കണ്ടപ്പോൾ എടുത്തിരുന്ന് അവരെ കൂട്ടാനാണ് വിളിച്ചത്. അപ്പൊ അവരിപ്പോ പോരാന്നൊരു വന്നില്ല. പിന്നെ നമുക്കൊരു സംശയം തോന്നി ഇങ്ങനെ കിടക്കണമെന്ന് തോന്നിയപ്പോൾ നമ്മൾ പോയി നോക്കിയപ്പോഴാണ് അത് മരിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കി. പിന്നെ നമ്മൾ സെൻട്രലിലെ പോലീസിനെ അറിയിച്ചു. അവരപ്പം തന്നെ വന്നു. നടപടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നിരന്തരമായി മദ്യപാനം ഉണ്ടെന്ന് ഇപ്പൊ താങ്കൾ പറഞ്ഞു. വേറെ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? വേറെ ഒന്നും കണ്ടിട്ടില്ല. അസ്വസ്ഥത എപ്പോഴെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നമുക്ക് ഇതുവരെ തോന്നിയില്ല. നീറ്റായിട്ടുള്ള പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാലും ആദ്യം ഇവരുടെ ആരും അങ്ങനെ സംസാരിക്കില്ലല്ലോ. ഇപ്പൊ ഒരു ഇദ്ദേഹത്തിനെതിരെ മരിച്ച ഷാനുവിനെതിരെ ഒരു കേസ് ഉണ്ടായി മുതലായ കാര്യങ്ങൾ താങ്കളുടെ അറിയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ വാർത്തയിൽ ഇങ്ങനെ ന്യൂസിൽ പോലെ വന്ന് പറയുമ്പോൾ എനിക്കത് അറിയാം. അതിനൊന്നും എനിക്കറിയാം. അതിപ്പം പുള്ളി ഈ ഹേമ കമ്മീഷന്റെ വെളിപ്പെടുത്തലിനെതിരെ പുള്ളിയും ഒരു ഇരയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതേ രീതിയിൽ ഏതെങ്കിലും ലേഡീസുമായിട്ടുള്ള എന്തെങ്കിലും സമ്പർക്കമോ അതിനൊക്കെയുള്ള എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കളുടെ സംബന്ധിച്ചിടപ്പെടുന്നുണ്ട്? പറഞ്ഞു കേട്ടിട്ടില്ല. ഇവരുടെ കണ്ടിട്ടില്ല. ആളെ കാണാൻ വരുന്ന കൂട്ടുകാരന്മാര് മാത്രമാണ് കാണാൻ വരാറുള്ളൂ. ലേഡീസ് ഇവരുടെ ആരും കാണാൻ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ കൂട്ടുകാരന്മാര് വരാറുണ്ട്. അവരുടെ മദ്യം കൊണ്ട് വരാറുണ്ട്, കഴിക്കാറുണ്ട്. മദ്യപാനിയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. കുടുംബക്കാരെങ്കിലും ഇദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു? അത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി അവരെ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അത്ര ശ്രദ്ധിക്കില്ല. അത് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ കണ്ടിട്ടില്ല. കുടുംബക്കാരായിട്ട് കണ്ടിട്ടില്ല. സിനിമയിൽ അഭിനയിക്കുന്ന 3-4 പേര് കാണാൻ വന്നിട്ടുണ്ട്. പടത്തിൽ അഭിനയിക്കണമെന്ന് എനിക്കറിയാം. ഞാനും കണ്ടിട്ടുള്ള പടമാണ്. ആ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇവരോട് വരാറുണ്ട്. അതിൽ ഇന്നലെ കൂടി വന്നത് ആളും കൂടെ മദ്യപിച്ചിട്ട് പോകുന്നത്. ആരെങ്കിലും കുറിച്ച് സംശയമുണ്ടോ ഈ സമയത്ത്? വേറെ സംശയമൊന്നുമില്ല. ഇന്നലെ അവിടെ 2 പേര് കൂടുതൽ വന്ന് കുടിക്കണ്ട അയാളായിട്ട് കുടിച്ചിട്ട് കൂടുതലായൊന്നും സംശയമുണ്ട്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ സമയത്ത് ആരോപിക്കുന്നുണ്ടോ? അങ്ങനെയായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ആളങ്ങനെ ഒരിതില്ല. മദ്യം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇതിനെ കുപ്പി സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ അതിനകത്തുണ്ട്. പോലീസുകാർ നിലവിൽ എന്താ പറയുന്നത്?
പുള്ളിക്കാരൊന്നും പറഞ്ഞില്ല. നമ്മളോട് ചോദിച്ചു അവരെപ്പോഴും വന്ന് റൂം എടുത്ത് ആരൊക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ മറ്റവരെപ്പോഴും പോയത് ആരൊക്കെ കാണാൻ വരാറുണ്ട്, അതെങ്ങനെയുണ്ടെന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പൊ ഏകദേശം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇതിന് ശേഷം? അത് പിന്നെ നമ്മൾ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേഷനിൽ നിന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. അവരെപ്പോ വരുന്ന പറഞ്ഞു? ഏകദേശം ഞായറാഴ്ചനെ വിളിച്ച് പറഞ്ഞു കൊട്ടാരക്കര എത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട്. ചിലപ്പോൾ 1 മണിക്കൂർ കൂടെ എത്താൻ വേണ്ടിയുണ്ട്. ഏകദേശം എത്ര സമയമായി കാണും നിങ്ങൾ റൂം അല്ലെങ്കിൽ ബോഡി കണ്ട സമയം? പുള്ളിക്കാരനാണ് നമ്മുടെ ജോലിക്കാരനുണ്ട്. ആളെ ഇപ്പോൾ നോക്കിയാൽ അവന്റെ ഗൂഗിൾ പേയിൽ പൈസ അയച്ചു കൊടുത്തിട്ട് അവൻ ചേർത്തൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവനായിട്ട് ഇച്ചിരി കൂടി കമ്പനി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഉച്ചിരി അവനോട് കൂടുതൽ വർത്താനുണ്ട്. അപ്പൊ അവനെ വർത്താനൊക്കെ പറയണ്ടത് അവനെ വാതിൽ തുറന്നത്. ഇന്ന് രാവിലെ കണ്ടില്ല, ഉച്ചയ്ക്കും കണ്ടില്ല, വൈകുന്നേരം പോകുന്നതല്ല. അപ്പൊ അങ്ങനെ ഡൗട്ട് ഒരു വാതിൽ തുറന്നു കിടക്കാറില്ല. അത് നോക്കിയപ്പോ കട്ടി കഴിഞ്ഞിട്ട് തുറക്കില്ല. അപ്പൊ നോക്കി ബാത്റൂമിൽ കിടക്കുന്നു. അപ്പൊ അവര് ഞാൻ അഴിച്ച് വിറ്റായിട്ട് കിടക്കുന്ന വെച്ചാൽ അവൻ ചെയ്തു എന്നെ വിളിച്ചു വന്നു. അപ്പൊ അതേ വിറ്റനെ നമ്മളെ കൂട്ടുകാരന്മാരെ തന്നെ അറിയിക്കുന്നു. അവരറിയിച്ചിട്ട് അവർ ഇപ്പൊ വരാന്ന് പിന്നെ വന്നില്ല. പിന്നെ ഒരു ഡൗട്ട് ഇപ്പൊ നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ആൾക്ക് അനക്കില്ലാണ്ട് ഇറങ്ങണം, ചോരൊക്കെ ആയിട്ട് ഇറങ്ങണം. അപ്പൊ മനസ്സിലായി അങ്ങനെ സെന്ററിലെ പോലീസിനെ അറിയിച്ചു. പോലീസ് അപ്പൊ തന്നെ വന്ന് എങ്ങനെയാണ് കൈ മുറിച്ചാണോ ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ ചെയ്താൽ തോന്നണില്ല. അതൊക്കെ അടിച്ച് വിറ്റാടി എന്ന് വീണതാന്ന് തോന്നാൻ ബാത്റൂമിൽ എവിടെ. അതായത് ആത്മഹത്യ ചെയ്യുന്ന അത്ര ഉറപ്പില്ല. ഇനിയിപ്പോ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ലാത്ത. ഇപ്പൊ അങ്ങനെ സംശയിക്കുന്ന കാരണം വേറെ ഏതെങ്കിലും രീതിയിലുള്ള മുറിവുകൾ എന്തെങ്കിലും ആളെ അവിടെ വീണ് കിടക്കണം. അങ്ങനത്തെ ഒരു ഗ്യാപ്പിലെ വീണ് കിടക്കണം. മനസ്സിലായോ? നമുക്ക് അടിച്ച് വിറ്റായിട്ട് പോയിട്ട് പോകലാണ്ട് വീണ പോലെ രീതിയിലാണ് കിടക്കണം. കമന്ന് കിടക്കണം. കൈ ക്ലോസറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കണം. അച്ഛൻ വരെ മാറ്റപ്പോഴാണ്ട് പിടിച്ച് ചെയ്തെടുക്കാൻ നോക്കിയതായിരിക്കും തോന്നുന്നത്. ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. മനുഷ്യന്റെ മനസ്സല്ലേ. ഇപ്പം പോലീസുകാർ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പം പോലീസുകാർ പറയുന്ന എന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്? വിവരങ്ങളൊക്കെ ചോദിച്ചു, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചു. അത് പറ്റില്ല. മദ്യപാനമൊക്കെ ഇപ്പൊ ഇവിടെ വന്നതിന് പിന്നുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. മദ്യപിക്കുന്ന ആളായിരുന്നുള്ള അറിവില്ല. ഇവിടെ കണ്ടിട്ട് കുറച്ച് കാലമായി. ഞാനിവിടെ എറണാകുളത്ത് കണ്ടിട്ടില്ല. പതിവായി റൂം തുറന്നിട്ടിരുന്ന ഇദ്ദേഹം ഇന്ന് പതിവില്ലാതെ റൂം അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംശയം തോന്നിയ ജീവനക്കാർ ചെന്ന് നോക്കിയപ്പോഴാണ് ഇദ്ദേഹം മരിച്ച നിലയിൽ കാണപ്പെട്ടത്.